സഞ്ചാർ സാധി ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളിലൊന്നാണിത്. ഇന്ന് ഒരു മനുഷ്യനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് അവരുടെ ഒരു ഫോൺ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം പണ്ട് ഇതെന്ന് പറയുന്നത് ആളുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഡിവൈസ് ആയിരുന്നു. ഇന്ന് ഒരു മനുഷ്യൻ്റെ ഡിജിറ്റൽ വാളറ്റാണ് അവരുടെ ഫോൺ എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഇന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവർക്ക് എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ അതെല്ലാം ലോഗിൻഡാണ്. UPI ആപ്ലിക്കേഷൻ ഉണ്ട്, അതിലൂടെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസ് അവൈലബിൾ ആണ്. അവരയച്ചിട്ടുള്ള മെസ്സേജുകൾ, അവരെടുത്തിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഡിജിറ്റൽ ഐഡൻറ്റിറ്റി, അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അവരാരാണ്, എവിടെയാണ് പഠിച്ചിട്ടുള്ള അതിൻ്റെ സകല ബയോഡേറ്റ ഇൻക്ലൂഡിങ് ഡിജിറ്റലി നമുക്ക് ഇന്ന് ഈ ഫോണിൽ അവൈലബിൾ ആണ്. സോ ഒരു വ്യക്തിയെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രത്തോളം എളുപ്പമാണ് ഈ ഒരു ഫോണിൽ ഡയറക്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്താൽ. കാരണം അവർ ഇത്രയും വർഷം സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ലൈഫ് സേവിങ്സ്, അവരുടെ ഐഡൻറ്റിറ്റി മറ്റൊരാൾക്ക് അപഹരിക്കാൻ സാധിക്കും വിത്തിൻ എ സ്പാൻ ഓഫ് എ സെക്കൻഡ്. ഇങ്ങനെ ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ സൈബർ സ്പേസിലുണ്ടാകുന്ന തട്ടിപ്പുകൾക്കുള്ള, ഫ്രോഡ് പരിപാടികൾക്കുള്ള ഒരു ഡിഫെൻസീവ് മെഷറാണ്, അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളാണ് സഞ്ചാർ സാധി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഫൈനലി ഇന്ത്യ ഗവൺമെൻറ് സാംസങ്, ഓപ്പോ, വിവോ, ആപ്പിൾ, ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡുകൾക്കും ഇന്ത്യയിലാണ് ഈ ഫോൺ വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ യൂസേഴ്സ് ഇത് വാങ്ങി സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിവൈസിൽ സഞ്ചാർ സാധി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരണം എന്നുള്ളൊരു കാര്യം ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയേക്കുവാണ്. സോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ സൈബർ ഫ്രോഡ് പരിപാടികൾ. നമ്മളെ മെസ്സേജ് അയച്ച് ഫിഷിംഗ് ലിങ്കിലൂടെ, മെയിലിലൂടെ, നമുക്കറിയാത്ത മെസ്സേജുകളിലൂടെ, കോളിലൂടെ നമ്മളുടെ ഡിവൈസിനെ കംപ്ലീറ്റ്ലി ഹാക്ക് ചെയ്യാനും, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ലോകത്ത് എങ്ങനെ ഒരു യൂസറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാവോ ആ എല്ലാ രീതികളിലും നമ്മൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ഗ്ലോബലി 8-10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. സൈബർ സെക്യൂരിറ്റി സ്പേസിൽ നമ്മൾ നല്ല രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് മറ്റുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഒരു സ്പിയറിനകത്താണ്. അതാണ് UPI, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് UPI എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ളൊരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുക മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളൊരു വലിയ നേട്ടമാണ് നമ്മളെ രാജ്യം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഇന്ത്യ സഞ്ചരിക്കുന്നത് പൂർണ്ണമായിട്ടും ഒരു ഡിജിറ്റൽ യുഗത്തിലൂടെയാണ്. കാരണം 8-10 കൊല്ലം മുന്നേ സാധാ ഒരു കീപാഡ് ഫോൺ ഉപയോഗിച്ച ഒരു വ്യക്തി പോലും ഇന്ന് ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് UPIയുടെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഇന്ന് 5 സ്റ്റാർ ഹോട്ടൽ മുതൽ സാധാ നമ്മൾ സ്ട്രീറ്റിൽ കാണുന്ന ഒരു ചെറിയ കടയിൽ പോലും UPI ഇല്ലാത്ത പരിപാടികളില്ല. അതുവരെ മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇസ് പീസ് ഓഫ് ടെക്നോളജി ഇന്ന് ഡേ ടു ഡേ ലൈഫിലെ നമ്മളൊരു ടൂളായി തന്നെ മാറിയേക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഭീകരമാണ്. അതുതന്നെയാണ് നമ്മളുടെ ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സൈബർ സ്പേസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പരിപാടികൾ. സോ ഈ നിർദ്ദേശത്തിൽ പറയുന്നത് അടുത്ത 90 ദിവസം, അതായത് 3 മാസത്തിനുള്ളിൽ ഈ ബ്രാൻഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺസുകളിലും ഫാക്ടറിയിൽ നിന്ന് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നെ സഞ്ചാർ സാധി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വരണം എന്നുള്ളത്. ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലായിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം മറ്റൊരു നിർദ്ദേശം കൊടുത്തായിരുന്നു, നിലവിൽ ഈ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ മസ്റ്റായിട്ടും ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം. സോ ഈ 2 നിബന്ധനകളാണ് ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഈ ബ്രാൻഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഈ കമ്പനികൾ ഈ ഒരു നിബന്ധന പാലിക്കുമോ ഇല്ലയോ, ഇതിന് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കലി അവൈലബിൾ അല്ല. മിക്കവാറും ഒരു ഗവൺമെൻറ്റൽ ഓർഡർ ആയതുകൊണ്ട് ഇതിന് ലീഗലി റിപ്ലൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ കമ്പനികൾ ഇത് ചെയ്യുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ചെയ്യാനുള്ള ചാൻസ് ആണുള്ളത്. കാരണം ഇപ്പം ആപ്പിളിൻ്റെ കാര്യം, ഈ കഴിഞ്ഞു പോയ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ, അതായത് പുതിയ iPhone 17 സീരീസ് ലോഞ്ച് ചെയ്ത ടൈമിലുള്ള കണക്കുകൾ പറയുന്നത് $9 മില്യൺ സെയിൽസാണ് ഇന്ത്യയിൽ മാത്രം ആപ്പിളിനുണ്ടായത്. സോ അത്രയും വലിയൊരു ഹ്യൂജ് മാർക്കറ്റ്, വളർന്നുകൊണ്ടിരിക്കുന്ന, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ആപ്പിളിന് ഇവിടെ ഉള്ളത്. സോ ഇതുപോലുള്ള ബ്രാൻഡുകളെല്ലാം തന്നെ ഇവിടെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ്. കാരണം ഇത്രയധികം യൂസേഴ്സ് ഉള്ളൊരു രാജ്യമാണ്. പതുക്കെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ ആണെങ്കിൽ പോലും ഇവിടെ സെയിലാകും എന്നുള്ളത് ഇപ്പം ആപ്പിൾ തെളിയിച്ചിരിക്കുകയാണ്. മറ്റുള്ള ബ്രാൻഡുകളും അവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസ് ഇപ്പം പതുക്കെ ഗൂഗിൾ വന്നു തുടങ്ങി. മുന്നോട്ട് പോകുമ്പം എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോൺ വന്നാലും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും ഇവിടെ സെയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ ബ്രാൻഡുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു മാർക്കറ്റ് ഇവർ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് നിയമങ്ങൾ പാലിക്കാനും അവർ വിധേയരാണ്. ഇനി ഇതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എന്താണ് ഈ സഞ്ചാർ സാധി?
സഞ്ചാർ സാധി എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി സ്ട്രെങ്തനിങ്ങിനും ആൻറ്റി സ്പാം മെസ്സേജിങ്ങിൻ്റെ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ്. പുതിയതല്ല, ഒരു വർഷത്തോളമായി 2025 ജാനുവരിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫോണിൻ്റെ IMEI മാത്രമല്ല, അതിനോടൊപ്പം നമ്മളുടെ നമ്മുടെ ഫോണിലുള്ള സിമ്മിൻ്റെ IMSI എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയും കൂടെ ചേർത്തിട്ടാണ്. അതായത് ഗ്ലോബലി ഇറങ്ങുന്ന ഓരോ സിമ്മിനും അത് യുണീക്ക് ആയിരിക്കും. ഈ IMSI എന്ന് പറയുന്ന ഈ കോഡ് ഓരോ സിമ്മും, ലോകത്തിറങ്ങിയിട്ടുള്ള ഓരോ സിമ്മിനും യുണീക്ക് ആയിട്ടുള്ള ഒരു കോഡായിരിക്കും, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി നമ്പർ ആയിരിക്കും. അതും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ജാനുവരിയിൽ ലോഞ്ച് ചെയ്ത ആപ്ലിക്കേഷൻ്റെ സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് 37 ലക്ഷത്തോളം ഫോണുകൾ സ്റ്റോളൻ ആയിട്ടുള്ള, നഷ്ടപ്പെട്ട, മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഫോണുകൾ റിപ്പോർട്ട് ചെയ്യാനും സാധിച്ചു. അതിൽ 22 ലക്ഷത്തോളം ഫോണുകൾ ട്രാക്ക് ചെയ്യാനും അത് റിക്കവർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. IMEI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളെ എല്ലാ ഫോണുകളിലും IMEI ഉണ്ട്. IMEI എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മൊബൈൽ എക്വിപ്ഡ് ഐഡൻറ്റിറ്റിയാണ്. അതായത് ലോകത്തുള്ള എല്ലാവർക്കും ഒരു തിരിച്ചറിയൽ കാർഡ് അതാത് രാജ്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ലോകത്തുള്ള ഫോണുകളെ എല്ലാം ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു യുണീക്ക് നമ്പറാണ് IMEI എന്ന് പറയുന്നത്. ഈ IMEI ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഡിവൈസുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ള സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ്റെ ഗുണങ്ങൾ. ഒന്ന്, ഒരു ഫോൺ വാങ്ങുന്ന സമയത്ത് അത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ള അറിയാൻ സാധിക്കും. ഒരേ IMEIയിൽ മൾട്ടിപ്പിൾ ഫോണുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ജെനുവിൻ അല്ല, അത് തട്ടിപ്പാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. 2, മോഷ്ടിക്കുന്ന നഷ്ടപ്പെടുന്ന ഫോണുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. 3, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും, ഇന്ത്യയുടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെയാണെങ്കിലും നഷ്ടപ്പെടുന്ന ഫോൺ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 4, SMS, കോള്, വാട്സാപ്പ് ഇതിലൂടെയൊക്കെ വരുന്ന ഫ്രോഡ് കോളുകളെയും മെസ്സേജുകളെയും സ്പാമിംഗ് മെസ്സേജുകളെയും നമുക്ക് കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ സഹായിക്കുന്നതാണ്. ഇതിന് പുറമെ രണ്ടാമതൊരു പ്രഖ്യാപനം കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തേർഡ് പാർട്ടി മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ഇനി മുതൽ അവരുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് നമ്മളെ സ്മാർട്ട് ഫോണിലുള്ള സിം കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് എംബഡഡ് ആയിരിക്കണം എന്നുള്ളത്. നിലവിൽ വാട്സാപ്പ് ആയിക്കോട്ടെ, ടെലഗ്രാം ആയിക്കോട്ടെ, ഏത് ആപ്ലിക്കേഷനിലേക്കും നമ്മൾ ലോഗിൻ ചെയ്യുന്ന എങ്ങനെയാണ്? നമുക്ക് ലോഗിൻ ചെയ്യുന്ന ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു OTP വരും. സിം വേറെ ഏത് ഫോണിലാണെങ്കിലും അവിടുന്ന് ആ OTP എടുത്ത് നമ്മൾ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വാട്സാപ്പ് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് ടെലഗ്രാമും. എന്നാൽ ഇനി മുതൽ ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സിം ആ ഫോണിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യും എന്നതിനോടൊപ്പം തന്നെ നമ്മളെപ്പം സിം നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു ആ സ്പോട്ടിൽ ഈ പറഞ്ഞ വാട്സാപ്പും ടെലഗ്രാമും എല്ലാം ലോക്കായിരിക്കും, അല്ലെങ്കിൽ ലോഗ് ഔട്ട് ആയിരിക്കും. പിന്നെ എപ്പം നമ്മൾ സിം റീഇൻസേർട്ട് ചെയ്യുന്നോ അപ്പോഴേ ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇതേ ആപ്ലിക്കേഷൻസ് നമ്മൾ വെബ് ത്രൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും എല്ലാ 6 മണിക്കൂർ കൂടുമ്പോഴും ഇത് ലോഗ് ഔട്ട് ആവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മെസ്സേജിങ് ആപ്ലിക്കേഷനിലൂടെ വാട്സാപ്പും ടെലഗ്രാമിലൂടെ ഉണ്ടാകുന്ന തട്ടിപ്പുകളെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഇംപ്ലിമെൻറ്റേഷൻ കൂടെ നടത്താൻ പോകുന്നത്. ഇന്ത്യയുടെ നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങളിൽ വരെ ഡിജിറ്റലി വളരുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള റിസ്ക്കുകളും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിസ്ക്കുകളെ എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കുമോ അത്രത്തോളം മിനിമൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവുകൾ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ ബ്രാൻഡുകൾക്കും ഇങ്ങനെയുള്ള പല നിയമങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതിൻ്റെ പുറകുള്ള പ്രധാന റീസണായിട്ട് നമുക്ക് കാണാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys the next one. Until then, peace.